കോൺഗ്രസിനും തനിക്കും ജമാഅത്ത് ഇസ്ലാമി പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരനെതിരെ മത്സരിക്കുന്ന വേളയിലാണ് തനിക്ക് ജമാഅത്ത് പിന്തുണ ലഭിച്ചതെന്നാണ് മുരളീധരൻ ഇപ്പോൾ തുറന്നടിച്ചത്. 2019 മുതൽ അവരുടെ പിന്തുണ ദേശീയ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് ലഭിക്കുന്നുണ്ടെന്നും മുരളീധരൻ പറയുന്നുണ്ട്. ബിജെപിക്ക് ബദൽ കോൺഗ്രസ് എന്ന് ജമാഅത്ത് ഇസ്ലാമി ദേശീയാടിസ്ഥാനത്തിൽ സ്വീകരിച്ച നയത്തിന്റെ തുടർച്ചയാണ് ഈ പിന്തുണയെന്നും അദ്ദേഹം എടുത്തു പറയുന്നു. സ്വാഭാവികമായും അതിന്റെ ഗുണം സിപിഎമ്മിനും കിട്ടിയിട്ടുണ്ടെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി. ഈ നയത്തിന്റെ ഭാഗമായി തന്നെയാണ് കോൺഗ്രസ് മുന്നണിയിലുള്ള സിപിഎമ്മിന് തമിഴ്നാട്ടിൽ ജമാഅത്ത് ഇസ്ലാമി പിന്തുണ നൽകിയതെന്നും മുരളീധരൻ പറഞ്ഞു. സാമുദായിക നേതാക്കളെ വിമർശിക്കുന്നവരല്ല കോൺഗ്രസുകാരെന്നും സമുദായ നേതാക്കൾ വിളിക്കുമ്പോൾ എല്ലാവരും പോകാറുണ്ടെന്നും മുരളീധരൻ എടുത്തു പറയുന്നുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിച്ച NSS ക്ഷണവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനായിരുന്നു മുരളീധരന്റെ ഈ പ്രതികരണം. വിഷയം ഇപ്പോൾ ചർച്ചയാക്കേണ്ട കാര്യമില്ലെന്നും മുഖ്യമന്ത്രി സ്ഥാനവുമായി അതിനെ കൂട്ടിക്കുഴക്കേണ്ടെന്നും മുരളീധരൻ പറയുന്നുണ്ട്. വെള്ളാപ്പള്ളിയുടെ വിമർശനം വ്യക്തിപരമാവരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം മുരളീധരന്റെ തുറന്നു പറച്ചിൽ കോൺഗ്രസിന് വലിയ തലവേദനയാകും എന്ന കാര്യം ഉറപ്പാണ്. ഇതിനു പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുരളീധരന്റെ നിലപാടിനെ തള്ളിക്കൊണ്ടാണ് രംഗത്ത് വന്നത്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമി പിന്തുണ LDFന് നൽകിയതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയത്. എന്നാൽ മുരളീധരന്റെ ഏറ്റുപറച്ചിൽ CPM-ഉം BJP-യും ഏത് രീതിയിൽ ഏറ്റെടുക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ജമാഅത്ത് ഇസ്ലാമി ബന്ധം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി ഉൾപ്പെടെ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരുന്നു. വിജയരാഘവൻ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ വിജയം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി മുസ്ലിം പ്രീണന ആരോപണം ഉന്നയിച്ചിരുന്നു. അതിനിടയിലാണ് ജമാഅത്ത് ഇസ്ലാമി പിന്തുണ ശരിവെച്ചുകൊണ്ട് മുതിർന്ന നേതാവായ കെ മുരളീധരൻ തന്നെ രംഗത്ത് വന്നതും. ഇതോടെ കോൺഗ്രസും പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ഒരുപോലെ പ്രതിരോധത്തിലാവുമെന്ന കാര്യം ഉറപ്പാണ്. വിഷയം BJP ഏറ്റെടുക്കുമോ എന്നും കണ്ടറിയേണ്ടതുണ്ട്. ഇതിനിടയിൽ സുരേന്ദ്രൻ ഒരു പുതിയ വെടി പൊട്ടിച്ചിരിക്കുകയാണ്. മുൻ മന്ത്രിയും CPM നേതാവുമായ VS സുനിൽകുമാറിന് മറുപടിയുമായാണ് BJP സംസ്ഥാന അധ്യക്ഷന്റെ വരവ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപിയോട് തോറ്റതിന്റെ ചൊരുക്ക് ഇനിയും സുനിൽകുമാറിന് മാറിയിട്ടില്ലെന്നാണ് കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഈ ക്രിസ്തുമസ് കാലത്ത് ഒട്ടേറെ സമുദായ നേതാക്കളെയും ബിഷപ്പുമാരെയും ഞാൻ പോയി കാണുകയും കേക്കു നൽകുകയും ആശംസകൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതിലൊന്നും ആരും രാഷ്ട്രീയം കണ്ടിട്ടില്ല, കാണാനുമാവില്ല. ആളുകളെ കാണുകയും ചായ കുടിക്കുകയും ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അദ്ദേഹവും ആ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് സുരേന്ദ്രന്റെ വാദം. അതേസമയം മേയർക്ക് ചോറിവിടെയും കൂറവിടെയുമാണെന്നായിരുന്നു VS സുനിൽകുമാറിന്റെ വിമർശനം. വഴിതെറ്റി വന്നല്ല മേയർക്ക് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേക്ക് നൽകിയത്. തൃശൂർ കോർപ്പറേഷൻ മേയറോടുള്ള CPI പ്രതിഷേധം നേരത്തെ വ്യക്തമാക്കിയതാണ്. ആ നിലപാടിൽ മാറ്റമില്ല. LDFന്റെ ചിലവിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനോട് യോജിക്കാൻ സാധിക്കില്ല. LDFന്റെ മേയറായി നിന്ന് BJP സംസ്ഥാന അധ്യക്ഷനിൽ നിന്നും കേക്ക് വാങ്ങിയതിനെ അത്ര നിഷ്കളങ്കമായി കാണാൻ സാധിക്കില്ലെന്നും സുനിൽകുമാർ പറഞ്ഞിരുന്നു. ഏതായാലും കേരള രാഷ്ട്രീയം ഓരോ ദിവസവും സംഭവ ബഹുലമാവുകയാണ്. ക്രിസ്തുമസ് ദിനത്തിൽ കെ സുരേന്ദ്രൻ തൃശൂർ മേയർ MK വർഗീസിനെ സന്ദർശിക്കുകയും കേക്ക് കൈമാറുകയും ചെയ്തതിന് വിമർശിച്ച് VS സുനിൽകുമാർ രംഗത്ത് വരികയായിരുന്നു.